ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. വളരെ കൃത്യമായി ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന സകല സംവിധാനങ്ങളും താറുമാറായി. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ലംഘിക്കാൻ കഴിയാതെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്മാറി. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് കയറ്റി അയച്ച സാധനങ്ങൾ വഴിയിൽ തടയപ്പെട്ടു. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ അനുഭവിക്കുന്ന പ്രതിസന്ധിയോ അവിടെ ഒരു സാധനം കിട്ടാനില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ, ഇത് എന്റെ ഒരു നമ്പറാ. ദയനീയ അവസ്ഥയിലാണ് എന്നൊരു നഴ്സ് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ബോഡി അത്ര സ്മെല്ല് ചെയ്തോണ്ടിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഈ സ്മെല്ല് പോവാനുള്ള എന്തെങ്കിലും തരം പെർഫ്യൂംസ് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എത്തിക്കണം. ബോഡി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന്. ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയുള്ള പിണറായി വിജയന്റെ അഭ്യർത്ഥനയ്ക്കെതിരെ ചീത്ത വാക്കുകൾ എഴുതിയും ജനം സൈബർ അറ്റാക്ക് നടത്തി. എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരു കൂട്ടം നിൽക്കുമ്പോഴാണ് സർക്കാർ സംവിധാനം ഇത്തരത്തില് പ്രവർത്തിക്കുന്നത് വളരെ പരിതാപകരം. ഇത്ര ദുരന്തമാണ് സർക്കാർ നിലപാട് നോക്കുക. ഇവിടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് വരട്ടെ, ദുരിതാശ്വാസ നിധിയിൽ മാത്രം മതി. അത് ശരിയാ, ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ദുരിതം അനുഭവിക്കുന്നവർക്ക് നേരിട്ട് കൊടുക്കുക, ഇവന്മാരുടെ കയ്യിൽ നയാ പൈസ കൊടുക്കരുത്. 2018 അങ്ങനെ തന്നത് മുഴുവൻ പാർട്ടി സഖാക്കൾ വീട്ടിൽ കൊണ്ടുപോയില്ലേ എന്ന ചോദ്യമുണ്ട്. ഇത് ഞങ്ങൾ ജനങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അപകടം പറ്റിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അഭ്യർത്ഥിക്കുന്നു, മറ്റുള്ള ആളുകൾ വഴി വേണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.